Watch full episodes on Jio Hotstar. La 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 la. ഐസ്ക്രീം ചേട്ടാ ഒരു ഐസ്ക്രീം തന്നെ താങ്ക് യു ഇതെന്താണ് ഹിപ്നോട്ടൈസ് അല്ല എന്തോന്ന് ഹിപ്നോട്ടൈസ് സത്യത്തിൽ ഇതൊക്കെ മനുഷ്യരെ പൊട്ടന്മാരാക്കുന്ന കഥയല്ലേ പിന്നല്ലാതെ ഇവര് തന്നെ ആൾക്കാരെ സെറ്റാക്കി ആദ്യം ഹിപ്നോട്ടൈസ് ചെയ്യും എന്നിട്ട് ഇവരെന്ത് പറയുന്നു അത് തന്നെ ആയിരിക്കും അവരും ചെയ്യുന്നത് പക്ഷെ കാണുന്ന ജനങ്ങൾക്കോ ഇത് കണ്ടിട്ട് എന്ത് തോന്നും സത്യത്തിൽ ഇയാൾ ഹിപ്നോട്ടൈസ് ചെയ്തു എന്ന് തോന്നും അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ആരും തന്നെ ചീറ്റിംഗ് ചെയ്യാറില്ല ഹിപ്നോട്ടിസ്റ്റ് വേണമെങ്കിൽ നമ്മളെ കൊണ്ട് എന്തും ചെയ്യിക്കാം സത്യസത്യതയോടെ ജോലി ചെയ്യുന്ന ആളാണ് അയാളെ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല തനിക്കറിയോ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് എന്ത് ചെയ്യുന്നു അയാളത് ഇങ്ങനെയൊക്കെ ചെയ്ത് കളയും എന്നെ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുന്നു അയാളുടെ മുഖം കാണുമ്പോൾ എനിക്ക് അയാളുടെ മുഖം കാണുന്നത് പോലെയുണ്ട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കോട്ടും സൂട്ടും ഇട്ടിട്ടുണ്ട് മാത്രമല്ല തൊപ്പിയും കണ്ണടയും ഒക്കെ ധരിച്ചിട്ടുമുണ്ട് കാരണം അയാള് ഞാൻ തന്നെയാണ് എന്റെ പേരാണ് ഹിപ്നോട്ടിസ്റ്റ് റോമിയോ ഇനി ഞാൻ തന്നെ മുഴുവൻ റോം കറക്കും എന്നെയാണോ ചീറ്റർ എന്ന് പറഞ്ഞ് എന്നെ താൻ ചീറ്റർ എന്ന് പറഞ്ഞില്ലേ ഇനി തന്നെ ഞാൻ മുഴുവൻ റോമിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും കണ്ടോ ഈ കാറ് ഇതിനകത്ത് നീ ഇരിക്കുന്ന പോലെ കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് തോന്നും എന്നിട്ട് നിനക്ക് തോന്നും നീ ഇതിൽ പറന്നോണ്ടിരിക്കുകയാണെന്ന് ഞാനാണ് ഹിപ്നോട്ടിസ്റ്റ് റോമിയോ നിന്നെ മുഴുവൻ റോമിൽ ഞാൻ കറക്കും റോമിന് മുകളിലാണ് ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് നല്ല രസമുണ്ട് ഇയാൾക്ക് എന്ത് പറ്റി ഇയാളെന്താ ടോയ്ക്കാർ വെച്ച് കുട്ടികളെ പോലെ കളിക്കുന്നത് ഇനിയിപ്പോ ലാൻഡ് ആയേക്കുക ഇനി പോയി നിന്റെ കൂട്ടുകാരെ കാണിച്ചു കൊടുക്ക ഇനി എപ്പോഴെങ്കിലും കാറിൽ പറക്കുന്ന കാര്യം പറയുമ്പോ നിനക്ക് സത്യമായിട്ട് തോന്നും നീ കാറിൽ ഇങ്ങനെ പറക്കുകയാണെന്ന് അല്ലാത്ത സമയം നീ നോർമൽ ആയിരിക്കും ഓക്കെ ഞാനെന്നാ പോട്ടെ താങ്ക് യു ഫോർ യുവർ കാർ ശരി പോക്കറ്റിലുള്ള പൈസ ഇങ്ങ് തന്നേക്കൂ ഫ്രീയില് കിട്ടത്തില്ല ഒന്നും തന്നെ വാങ്ങിച്ചോളൂ അതേ മോട്ടോ ഇതെന്താണ് നീ കാർ എവിടുന്നാണ് എടുത്തോണ്ട് വന്നിരിക്കുന്നത് അതെ ഞാൻ ഇത്രയും നേരം റോം മുഴുവൻ കറങ്ങുകയായിരുന്നു അതും ഈ കാറിലായിരുന്നു കറങ്ങിയിരുന്നത് മുഴുവൻ റോമിലോ അത് എങ്ങനെയാ മോട്ടോ സംഭവിക്കുക ഞാൻ ഇപ്പൊ തന്നെ പറന്ന് കാണിച്ചു തരാമേ ഇതാ നോക്കിയോ അങ്ങോട്ട് നോക്ക് കൊളോസിയം അവിടെ നോക്ക് സിറ്റി ഇവിടെയൊക്കെ എന്ത് മനോഹരമാണെന്ന് കണ്ടില്ലേ മോട്ടോ ലാൻഡ് ചെയ്യ് വീണ്ടും തിരിച്ചു വാ അതെ മോട്ടോ നീ ഇപ്പൊ ഫ്രാൻസിലാണ് ആരോ നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുകയാണ് മനസ്സിലായോ ഞാൻ ഹിപ്നോട്ടൈസ് റോമയുടെ ബോർഡ് വായിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴെനിക്ക് ഹിപ്നോട്ടൈസ് റോമിയെ കാണുവാൻ പറ്റി അതിനുശേഷം എനിക്കൊന്നും ശരിക്കും ഓർമ്മ വരുന്നില്ല അതെ അതെ എന്റെ അമ്മോ ഇത് പോലീസിന്റെ കേസാണല്ലോ അവൻ നിന്നെ ചീറ്റ് ചെയ്തിരിക്കുന്നു വന്നേ മോട്ടു ഇന്ന് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള് അറിയാമല്ലോ എംപോസിബിള് വന്നേ ഞാൻ താഴെ വീണു പൊളിച്ചെടുത്തല്ല ഞാനും പോവാണട്ടാ ഹിപ്നോട്ടൈസ് എക്സ്പോസ് ചെയ്യുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടറിയോ ഓൾ ദ ബെസ്റ്റ് റോമിയോ തന്നെ റോം മുഴുവൻ കറക്കും നിങ്ങളെ എല്ലാവരെയും ഞാൻ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കും കണ്ടില്ല ഹിപ്നോട്ടൈസ് റോമിയോ എവിടെയുണ്ട് എന്നാ പിടിച്ചോ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈക്ക് എനിക്ക് നല്ല ഉറപ്പുണ്ട് ചിങ്കം സാർ പോയി അയാളെ നന്നായിട്ട് ശരിയാക്കിയിട്ട് വരുമെന്ന് ചിങ്കം സാർ എന്താ സംഭവിച്ചത് പറയൂ ചിങ്കം സാർ നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്തോ അതോ നിങ്ങളും അദ്ദേഹത്തിന്റെ കൈയാൽ ഹിപ്നോട്ടൈസ് ആയി വന്നിരിക്കുകയാണോ ഇത് കണ്ടോ ഞങ്ങൾ അടിപൊളി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ട്
പൊളിച്ചെടുത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും നല്ല മോട്ടോർ സൈക്കിൾ ഞാൻ കണ്ടിട്ടേ നീയാ. വന്നേ, നമുക്കിതിലൊരു റൗണ്ട് പോയിട്ട് വരാന്നേ. വലിയേട്ടാ, ഞാനും വരുന്നുണ്ട്. ഓ! മോട്ടു വന്നേ, കള്ളനും പോലീസും കളിക്കാം. ചിങ്കം സാറേ, ഞാൻ ഇവിടെയുണ്ട്. പൊളിച്ചെടുത്തല്ല, എന്റെ സ്റ്റൈല് കണ്ടു. ചിങ്കം സാറേ, എന്നെ പിടിക്കൂ. അതെ ഡോക്ടർ ജട്ക, കണ്ടില്ലേ, ഇവരും ഹിപ്നോട്ടൈസ് ആയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഡോക്ടർ ജട്ക, നമ്മൾ പോയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, തീർച്ചയായിട്ടും പോകാം. പക്ഷെ അതിനു മുന്നേ ഇവരെ എന്തെങ്കിലും ചെയ്യണമല്ലോ. എന്റെ അമ്മോ, ഒന്ന് വഴിമാറ്. എന്റെ മോട്ടോർ ബൈക്ക് വരുന്നത് എനിക്ക് ബൈക്ക് ഓട്ടുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട്, അറിയോ? ഒരു മിനിറ്റ്. ഡിങ് ഡിങ് ഡിങ്. എന്റെ അമ്മോ, അതെ ചേട്ടാ, എന്നെ രക്ഷിക്ക്. ഇവരെന്നെയും കൂടെ വലിച്ചുകൊണ്ട് പോവാണ്. പൊളിച്ചെടുത്തല്ല, ഞാൻ മോട്ടോർ ബൈക്ക് ഓടിക്കില്ല, പറപ്പിക്കാണ്. വലിയേട്ടാ, അവിടുന്ന് മാറ്. ചങ്കേന്റെ ബ്രോ, എനിക്ക് ലിഫ്റ്റ് താ. അല്ല, ഈ അങ്കിൾ എന്താ ഇങ്ങനെ കുട്ടികളെ പോലെ കളിക്കുന്നത്? അറിയില്ല. അല്ല, ഇവർക്ക് എന്ത് പറ്റിയേ? ഒരുപാട് ഓടിക്കഴിഞ്ഞു, ഇനി ഒന്ന് നിർത്തുമോട്ടോ. സ്റ്റോപ്പ് 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 in the name of law. ഞാൻ ഇത്ര നേരം മോട്ടോർ ബൈക്ക് ഹെൽമെറ്റ് ഇല്ലാതെ ഓടിച്ചേർന്ന്. അങ്ങനെ ഓടിക്കുന്നത് തെറ്റാണല്ലോ. ചിങ്കം സാർ, നിങ്ങളും മോട്ടുവിനെ പോലെ ഹിപ്നോട്ടൈസ് ആയി വന്നിരിക്കുകയാണ്. പത്ലു, വരൂ. അവനെ പാഠം പഠിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇപ്രാവശ്യം നമ്മൾ ഒരിക്കലും അവന്റെ മുൻപിൽ വിഡ്ഢികളാകരുത്. വരൂ. അകത്തേക്ക് വരൂ. അകത്ത് ചെന്നിട്ട് അവൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് അവനെ ചെന്ന് പിടിക്കണം. എന്ത് പറയുന്നു? അവൻ നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും നിന്ന് കൊടുക്കരുത്. ഏയ്, നിങ്ങൾ എവിടേക്കേ പോകുന്നത്? ഇപ്പോൾ റോമിയോ സാറിന്റെ ലഞ്ച് ടൈം ആകുന്നു. അത് മാത്രമല്ല, അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ അദ്ദേഹം ആരെയും നോക്കുന്നതുമല്ല. അവർക്കതിൽ താല്പര്യവുമില്ല. എല്ലാവരും പോയി സ്ത്രീകളുടെ ഡ്രസ് ഇട്ടുകൊണ്ട് പുറത്തേക്ക് വരൂ. വന്ന് നൃത്തം കളിക്കൂ. എല്ലാവരെയും സന്തോഷിപ്പിക്കൂ. അല്ല, ഇതെന്താണ് നമ്മൾക്ക് സംഭവിച്ചത്? നമ്മളിപ്പോ എവിടെയാണുള്ളത്? അല്ല, ഇവിടെ എന്താ ഇത്രയും ജനക്കൂട്ടം? അത് മാത്രമല്ല പത്ലു, നമ്മളെല്ലാവരും ഇപ്പോ ലേഡീസ് ഡ്രസ്സിലുമാണല്ലോ ഉള്ളത്. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ എവിടെ പോയി? നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ അകത്തുണ്ട്. പക്ഷെ നിങ്ങൾ ഇത്ര നന്നായിട്ട് ഡാൻസ് ചെയ്ത കാരണം ക്രൗഡെല്ലാം ഭയങ്കര സന്തോഷമാണ്. പൊളിച്ചെടുത്തല്ല, മോട്ടോ നീയല്ല ആവശ്യമില്ലാത്ത ഈ പൊല്ലാപ്പ കൊണ്ടാക്കി വെച്ചതാ. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ഡോക്ടർ ജട്ക, നിങ്ങളുടെ കയ്യില് വല്ല കണ്ണടയും ഉണ്ടോ? അതായത് മുന്നിൽ നിന്ന് വരുന്ന ഹിപ്നോട്ടിക് വേവ്സിനെ തടയാൻ പറ്റുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കുന്നേ. ചങ്കേന്റെ ബ്രോ എന്റെ കയ്യിലുണ്ടല്ലോ. ഇന്നാ പിടിച്ചോളൂ. എല്ലാവരും ഇത് ഇട്ടോളൂ. ഇപ്പൊ തന്നെ ഒരുപാടായി. നീ ഞങ്ങളെ ഒരുപാട് വിഡ്ഢികളാക്കാൻ ശ്രമിച്ചു. ഇനി ഒരിക്കലും നിനക്ക് ഞങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളായിരിക്കും ചെയ്യുക. ഞങ്ങളിപ്പോൾ പോലീസിന് ഫോൺ ചെയ്യുകയാണ്. ശരി, ഞാൻ നിങ്ങൾക്ക് പോലീസിന്റെ നമ്പർ തരാം. റോമിയോ നിന്നെ റോം മുഴുവൻ ചുറ്റിക്കും. ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയുന്നു, നിങ്ങൾ അത് തന്നെ ചെയ്തു തീർക്കും. ഞാനൊരു ജോക്കർ. നിർത്ത്. നീ ഒരു ഹിപ്നോട്ടിസ്റ്റ് അല്ലേ? അപ്പൊ ക്രൗഡിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് എല്ലാവരോടും പറയേ നിന്നെ തൂക്കി തള്ളിയിട്ട് അടിക്കാൻ. എന്നെ തൂക്കി തള്ളിയിട്ട് അടിക്ക്. എന്നെ തൂക്കി തള്ളിയിട്ട് അടിക്ക്. എന്താ പറഞ്ഞ്?
ഹിപ്നോട്ടൈസ് ചേട്ടാ ഇതെങ്ങനെയുണ്ട്? നീ ഞങ്ങളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുവല്ലേ? ഞങ്ങളെ കൊണ്ട് മോട്ടോർ സൈക്കിൾ ഓടിപ്പിക്കുവല്ലേ? ആ ക്രൗഡിലുള്ള ആൾക്കാരെല്ലാരും നോർമൽ ആകൂ. എന്റെ വീട്ടിൽ പോ. സത്യം പറഞ്ഞാ ഞാൻ ഇങ്ങനൊന്നും ചെയ്യുന്ന ആളെ അല്ല. ഞാൻ വളരെ കറക്റ്റ് ആയിട്ട് എന്റെ ജോലി ചെയ്യുന്ന ആളാണ്. ഈ മോട്ടു സാറല്ലേ, പുള്ളിക്കാരൻ എന്നെ കളിയാക്കി. അദ്ദേഹം പറഞ്ഞു ഞാനൊരു ചീറ്റർ ആണെന്ന്. എനിക്ക് അങ്ങ് ദേഷ്യം വന്നു പോയി. അങ്ങനെ ദേഷ്യം വന്ന കാരണം എനിക്ക് ഇവരോട് പകരം ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനൊക്കെ ചെയ്ത പ്ലീസ് എന്നോട് ക്ഷമിച്ചേക്കുക. ഓ അപ്പൊ അതാണ് കാര്യല്ലേ? എന്നാ മോട്ടോ, നീ ഇദ്ദേഹത്തിനോട് സോറി പറയേ. കാരണം ആരെയും ഒരിക്കലും കളിയാക്കാൻ പാടില്ല. ഈ കാര്യം നിനക്ക് മനസ്സിലായോ മോട്ടോ? എന്ത് ചെയ്യാനാ, ഞാൻ ഇതുപോലുള്ള വേഷങ്ങൾ ഇതുവരെ ചീറ്റർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാ സോറി ചേട്ടാ, തെറ്റുപറ്റിപ്പോയതാ. പക്ഷെ നിങ്ങൾ ചെയ്തതോ വളരെ വലിയൊരു തെറ്റല്ലേ? സാരമില്ല, ഇന്നു മുതൽ നമ്മളൊക്കെ കൂട്ടുകാരാണ്. ഫ്രണ്ട്സ് ആയിരിക്കാം നമുക്ക്. ഇനി മുതൽ എന്റെ പവർ ഞാൻ മിസ്യൂസ് ചെയ്യത്തില്ല. ഇന്ന് ഈവനിങ് എന്റെ ഷോ ഉണ്ട്, കാണാൻ തീർച്ചയായിട്ടും വരണം. വേണ്ട വേണ്ട, ഞങ്ങളൊക്കെ ഒരുപാട് ഷോ അല്ലേലും കണ്ടതാണ്. കുറച്ചു മുമ്പേ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് എന്തൊക്കെയാ ചെയ്യിപ്പിച്ചതെന്ന് അറിയോ? Watch India's largest kids library only on Jio Hotstar. Download the app now.